നമ്മളെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഈ സാധനം ഇപ്പം ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു സ്മാർട്ട് ഫോൺ. ഇതിലെന്തൊക്കെയാ ഉണ്ടാകുക? നിർബന്ധമായിട്ട് ഒരു വാട്സപ്പ് ഉണ്ടാവും, ചിലർക്ക് 2-3 ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഫേസ്ബുക്ക്, ഒരു ഇൻസ്റ്റഗ്രാം. ഇതിലൊക്കെ നമ്മൾ ഒരു പ്രൊഫൈൽ ഫോട്ടോ വെക്കും. സോഷ്യൽ മീഡിയയിൽ വെക്കുന്ന ഒരു പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഐഡന്റിറ്റിയാണ്. അപ്പം നല്ല അടിപൊളി പ്രൊഫൈൽ ഫോട്ടോ നമുക്കൊന്ന് വെച്ചാലോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ വെക്കുന്ന എല്ലായിടത്തും നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ വെക്കാം. എങ്ങനെ? ഇപ്പൊ നമ്മളെ സുഹൃത്തിന്റെ ഫോണിൽ നമ്മളെ പേര് സേവ് ചെയ്തിട്ടുണ്ടാവും, അതിൽ വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പിൽ അവരെ കോൺടാക്ട് ലിസ്റ്റിന്റെ കൂട്ടത്തിൽ നമ്മളെ പ്രൊഫൈൽ മാത്രം പ്രത്യേകമായിട്ട് എടുത്തു പിടിക്കും, ശ്രദ്ധിക്കപ്പെടും. അങ്ങനത്തെ രീതിയിലുള്ള പ്രൊഫൈലുകൾ വെക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ട് അതിന് ഓപ്ഷൻ ഒന്നുമില്ല. നമുക്കതിന് പ്രൊഫൈൽ പിക് മേക്കർ DP എഡിറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എന്റെ മുഖത്തേക്ക് എന്നെ ശ്രദ്ധിച്ചിരിക്കണ്ട, സൈഡിൽ നോക്ക്. സൈഡിൽ നമുക്ക് സ്ക്രീനിൽ ഡെമോ ആയിട്ട് കാണിച്ചു തരാം. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാമേ. ഓപ്പൺ ചെയ്താൽ ഇത് ഇങ്ങനെ വരിക. നമുക്ക് ഇതിന് ഗാലറി പെർമിഷൻ കൊടുക്കണം. അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് കാറ്റഗറിയുള്ള ഇഷ്ടം പോലെ ഫ്രെയിമുകൾ കാണാം, ടെംപ്ലേറ്റുകൾ. അതിലൊക്കെ നമുക്ക് നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. ഇഷ്ടം പോലെ ഉണ്ട്, പല കാറ്റഗറി ആയിട്ട്. അതാ ഇഷ്ടം പോലെ കാറ്റഗറി ഉണ്ട്. ഏത് കാറ്റഗറിയിലും നമുക്ക് എടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഫോട്ടോ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കൂടെയുള്ള ആ പ്ലസ് ബട്ടൺ മിനി കളിക്കുന്നുണ്ടോ? കിടുക ഓഫ് ആകുക നല്ല രസം കാണാൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ. ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാം. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രെയിമിന്റെ ഉള്ളിൽ അത് വരും. അത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക. ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി വെക്കുക. പിന്നെ ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ, കളർ മാറ്റാൻ, എഫക്റ്റുകൾ കൊടുക്കാൻ, ബോർഡർ കൊടുക്കാൻ, എല്ലാ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിച്ച് നോക്കുക. ഓരോന്നിനും ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാം. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. മേലെ സേവ് ഉണ്ട്, ആ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മളെ ഗാലറിയിൽ അവിടെ സേവ് ആവും. ഇവിടുന്ന് തന്നെ നമുക്ക് എവിടെയാ പ്രൊഫൈലായിട്ട് വേണ്ടത് അവിടെ നമുക്ക് വെക്കാം, എവിടെയും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് പ്രൊഫൈലായിട്ട് വെക്കാം. ഞാൻ ഇപ്പം ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് പ്രൊഫൈലായിട്ട് വെക്കാം. വാട്സപ്പ് തുറന്നിട്ട് അതിന്റെ DP എടുത്തിട്ട് DP ഒന്ന് മാറ്റുക. നമ്മൾ ആ ഫോട്ടോ ഇവിടെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമുള്ള അത്ര ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. കണ്ടാ എന്ത് സ്റ്റൈലിൽ വന്ന് അടിപൊളിയായിട്ട് ഒരു നിയോൺ ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മളെ ഫോട്ടോ അവിടെ സെറ്റ് ചെയ്ത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം എടുത്തിട്ട് ഇഷ്ടമുള്ള ആ റൗണ്ട് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മളെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് പ്രൊഫൈലായിട്ട് വെച്ചാൽ അത് അട്രാക്റ്റീവായിട്ട് അടുത്ത് പിടിക്കും. ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. ഇതെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയും ചെയ്യും. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ പേജിനൊന്ന് ഫോളോ ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്, ഒരു ലൈക്കും കൊടുത്തേക്ക്. ഇതൊക്കെ പാവം നമുക്കൊരു ബൂസ്റ്റ് ആവും. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.